അപ്പോൾ ബൈന്ദൂർ തൊട്ട് കഴിഞ്ഞ മഴയുടെ മലയിടിച്ചിലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ഇത് ഇങ്ങനെ സിമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടി താഴോട്ട് വീഴത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ആ മലയുടെ അപ്പുറത്തുനിന്ന് വെള്ളം ചാടത്തക്ക രീതിയിൽ ഇവിടെ ഒരു പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത മഴയാകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി താഴെ കിടക്കുമെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് മുഴുവൻ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ഏരിയ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിൽ ഘാട്ടാണ് കേട്ടോ, കയറ്റം കയറാൻ തുടങ്ങി. കൊക്ക കണ്ടില്ല, കർണാടകത്തിലെ കൊക്ക കണ്ടില്ലെന്ന് പറയല്ലത്. ഇത് കണ്ടോ, കൊക്കയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. രണ്ട് മലയ്ക്കിടയിലൂടെ ഉള്ളൊരു ചെറിയ പുഴയാണ് ഈ താഴെ കാണുന്നത്. പുഴയല്ല, മഴക്കാലത്ത് മാത്രമേ വെള്ളം കാണത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് പതിയെ നമുക്ക് താഴെ ചെന്ന് വല്ല പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്നിട്ട് സൈക്കിൾ ഒന്ന് ശരിയാക്കാമെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളൊരു ഘാട്ട് ഇറങ്ങുകയാണ് കേട്ടോ, വെളിക്കെട്ട് ഘാട്ട്. സൂപ്പർ ഘാട്ടാണ്. നല്ല അടിപൊളി ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KL5 വണ്ടിയാണ് മുമ്പിൽ പോയത്. പക്ഷെ അത് നാട്ടിലുള്ളവരൊന്നുമല്ല. ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഘാട്ട്. ചെറിയ ഉരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ട്. എന്നാലും ഞാനങ്ങ് ഇറങ്ങി പോവാം. ടൈറ്റ് ചെയ്തത് ശരിയായിട്ടില്ല, എന്നാലും സാരമില്ല, നമ്മൾ പോവാണ്. ഈ ഘാട്ടിൽ വരുമ്പോൾ നമുക്കെന്നും ഒരു കാട്ടിലെ പോലത്തെ ഒരു അനുഭവം. ഇതാണ്ടോ കാർന്നൂർ പോകുന്നത്. ഏയ് ഓക്കെ കാശ്മീർ ജാരേ ആ ठीक है. ഒരു കാർന്നൂര് ഒരു 60-65 വയസ്സേലും ഉണ്ട്. പക്ഷെ സൈക്കിളിൽ ലോഡും വെച്ച് തള്ളിപ്പോകുന്നു. ആ കാർന്നവരോടൊക്കെ അവൻ പോയി പറയണം ഭാരം കയറ്റുന്നതുകൊണ്ടാണ്. പിന്നെ അയാൾ കർണടിച്ച് പിടിക്കുന്നു. ചെയ്തേണ്ട. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് തകർന്ന മറ്റൊരു ഏരിയ നിങ്ങളെ കാണിച്ചു തരാം. ചെയ്തേണ്ട ഉണ്ടോ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്ന മറ്റൊരു ഏരിയ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ തിരിച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ വേറെ പലരുടെയും ബ്ലോഗിൽ ഇതിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള എന്നാ ലോറിയുടെ മേളിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ലോറിയുടെ മേളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാം. പക്ഷെ നമ്മൾ സൈക്കിളിലായതുകൊണ്ട് നമുക്ക് സൈക്കിൾ ഭാഗം മാത്രമേ കാണത്തുള്ളൂ, ലോറി ഭാഗം കാണത്തില്ല. ലോറിയിലിരുന്ന് നല്ല വിഷ്വലൈസ് ചെയ്ത് കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് സൈക്കിളിലിരുന്നുള്ള വിഷൻ കാണാം. ആ വിഷനിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരുപാട് ലോറി ഓടിക്കുന്ന ആൾക്കാർ അടിപൊളി വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഈ ചേട്ടൻ അപ്പോൾ ലോറിയിലിരുന്ന് ഉള്ള വിഷൻ ഇല്ലാതെ, ബസ്സിലിരുന്നുള്ള വിഷൻ ഇല്ലാതെ നമ്മുടെ സൈക്കിളിൽ നമ്മളൊരു വിഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉച്ച സമയത്ത് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ ബൈന്ദൂരിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. അങ്ങകലെന്നുള്ള ആ ചുരമൊക്കെ ഇറങ്ങിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങി താഴെ വന്ന്. അപ്പോൾ താഴെ വന്നപ്പോഴത്തേനും നമ്മളൊരാളെ പരിചയപ്പെട്ട്. ചേട്ടായുടെ പേരെന്ന് പറഞ്ഞേ? ധനീഷ്. ഇവിടെയാണ് ജനിച്ചെങ്കിലും പാലക്കാടുകാരനാണ്. അല്ലേ, ആൾക്കാരെല്ലാം സ്വന്തക്കാരെല്ലാം പാലക്കാടുണ്ടല്ലേ? ഇവിടുത്തെ ഒരു ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരായിട്ടെ ഇത് ശിരൂർ തന്നെ. ഷിരൂർ ഈ ടയറിൻ്റെ റീസോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി ഇവിടെ ഇത്
ഗ്രീസ് ഫില്ലിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ഷിരൂരാണ്. വരുന്ന വഴിക്ക് വലിയ ബോർഡിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇതിലെ വരുന്ന നമ്മുടെ ആൾക്കാരൊക്കെ പുള്ളീനെ ഒന്ന് കണ്ട് സംസാരിച്ച് വണ്ടിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അല്ല, അപ്പം ഞാൻ വന്നപ്പോഴത്തേന് എൻ്റെ സൈക്കിൾ വരെ ക്ലിയർ ചെയ്യാനുള്ള സ്പാനർ തന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഞാനിവിടുന്ന് നേരെ ഷിരൂർ തന്നെ നമ്മുടെ അർജുൻ മരിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ 2-3 ദിവസം എടുക്കും. ഒരു 2-3 ദിവസം പിടിക്കുകയല്ലേ അങ്ങനെയല്ല? ഇനി ഒരു 80 കിലോമീറ്റർ കൂടി ഉണ്ടല്ലേ? ഒരു 80 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാലും പോയിട്ട് അടുത്ത പെട്രോൾ പമ്പ് പിടിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താം. അപ്പോൾ ശരി. നാടൻ പശുക്കുട്ടികളാണ് കൂടുതലും കേട്ടോ. വഴി നടച്ചുണ്ട് നാടൻ പശുക്കുട്ടികൾ. വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാം ചെല്ലും. ചിലരൊക്കെ അമ്പലത്തിലെ ആൾക്കാരാണ്, ചിലരൊക്കെ വീട്ടിലെ ആൾക്കാരാണ്. അപ്പോഴത്തേ നമ്മൾ പതിയെ ടോൾ പ്ലാസയിലോട്ട് അടുക്കാറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു വലിയ ടേണൊക്കെ തിരിഞ്ഞ് വേണം പോകാൻ. ഫ്രണ്ടിൽ നമുക്കത് കാണാം. ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ക്രിക്കറ്റ് കളി നടക്കാമെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ കണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിയാണ്, ശരിയാ. ഇപ്പോൾ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആളുണ്ട് കേട്ടോ. ഇവിടെ ക്രിക്കറ്റിൻ്റെ ഒരു ഏരിയയാണ്. നമ്മുടെ ഇവിടെ ഫുട്ബോൾ പോലെയാണ് ഇവിടെ ക്രിക്കറ്റ്. ഫുട്ബോൾ, വടംവലി ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഇവിടെ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലാണ്. ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലൊക്കെയാണ് കേട്ടോ അനൗൺസ്മെൻറ്റ്. എനിക്ക് വന്ന ഹിന്ദി ടീം ഉണ്ടോയെന്ന് സംശയമുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. അതായത് ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു, അതിൻ്റെ പൈസ ഒരാൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പോയി ഒരു കടയിൽ പോയി നമുക്കൊരു 2 സ്പാനർ വാങ്ങിക്കണമായിരുന്നു. ഒരു റിംഗ് സ്പാനറും ഒരു ഓപ്പൺ സ്പാനറും. അപ്പോൾ സ്പാനർ വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പം സ്പാനറൊക്കെ തപ്പിയെടുത്ത് കഴിഞ്ഞ് അവർ എന്നെ നേരത്തെ കണ്ടായിരുന്നു, ആ കടയുടെ ഓണർ. ഞാൻ സൈക്കിൾ ചവിട്ടി വരുന്നത്. സ്പാനറെല്ലാം കൈ തന്നു കഴിഞ്ഞാൽ എത്രയായെന്ന് ചോദിച്ചാൽ പറയുക, നിങ്ങൾ പൊക്കോ, ബെസ്റ്റ് ഓഫ് ലക്കെന്ന്. എന്ത് ചെയ്യാമെന്ന് പറ. നമ്മൾ പൈസ കൊടുക്കാമെന്ന് വെക്കുമ്പോഴത്തേനും അവർ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ. പിന്നെ ഞാൻ പറഞ്ഞു എത്രയായെന്ന് പറ, ഞാൻ പൈസ തരാം. അപ്പോൾ പുള്ളി പറയുകയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഞാൻ അവരുടെ കടയുടെ ഒരു വീഡിയോ എടുത്തിട്ടാക്കാമെന്ന് വെച്ച് ക്യാമറ എടുത്തപ്പോൾ പറയുക വേണ്ട വീഡിയോ ഒന്നും എടുക്കണ്ട, നമുക്ക് നിങ്ങളുടെ യാത്ര നന്നായാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ട് ഹാപ്പി ജേർണി എന്നും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ആ സ്പാനറിന് രണ്ടിനും കൂടെ 150 രൂപയിൽ ഇവിടെ വില കാണും. കുറഞ്ഞത് പോയിട്ട് 100 രൂപയിലും വില കാണും. അവരത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മളെ ഇങ്ങനെ കർണാടകത്തിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്രയിൽ കണ്ടുമുട്ടുന്നവരൊക്കെ സഹായഹസ്തങ്ങളുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരാഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരില്ലേലും ഒരുപാട് ആളുകൾ വേറെ കാണും എന്നുള്ളത് സത്യമാണ്. ചേട്ടാ ഞാനങ്ങ് പൊക്കോട്ടി ചേട്ടാ, ഞാൻ ഈ വഴിക്ക് പോകാനുള്ളതല്ല. ഇതൊരു നാണക്കേടാടാ. അങ്ങനെ ഒരു ടോൾ പ്ലാസ കൂടി നമ്മൾ 66-ൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തെ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിക്കാരൊക്കെ നമ്മളെ കൈവക്കി കാണിക്കുന്നുണ്ട്. കാണ്ടു പോകണം, ആ വണ്ടിക്കാരനാണ് നമ്മളെ കൈവക്കി കാണിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനാണ്. നമ്മുടെ വണ്ടിക്ക് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, നമ്മുടെ കോൺക്രീറ്റ് കാണുമ്പോഴത്തേനും വണ്ടിക്ക് ഭയങ്കര മടുപ്പാണ്. നീങ്ങിയാലെന്നാണ് പറയുന്നത്.
എന്നാലും ശരി ഞാൻ ചവിട്ടി നീക്കും. ഓ പഴുത്തിരിക്കുന്ന വണ്ടിയാണ്. നാഗാലാൻഡ് വണ്ടികളാണ് മുഴുവൻ, ബസ്സുകൾ മുഴുവൻ. ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലും മഴ ചാർന്നോ ഈശ്വര, അടുത്ത ഏതെങ്കിലും ഒരു പമ്പ് പിടിക്കണം, അല്ല മഴ നമ്മളെ കുഴപ്പിക്കും. പുലരികൾ വന്നിടുന്നു. ഗുജറാത്ത് 18 BV. ഇതൊക്കെ ആരാണ്? അലിബേർ. എല്ലാം മഹാരാഷ്ട്ര വണ്ടികളാണോ? ഒരു കുപ്പി അടിച്ചതാണ്. നല്ല കാറ്റ്, മഴ സ്റ്റാർട്ട് ചെയ്തു. ഏതായാലും ശിരൂരിൽ നിന്നൊരു 40-50 കിലോമീറ്റർ ഇപ്പുറത്ത് ഞാനൊരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. വടക്കം പൊട്ടുന്ന ഇടി തുടങ്ങിയിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മഴ തുടങ്ങി, കണ്ടോ മഴത്തുള്ളികൾ പിലുങ്ങുന്ന കണ്ടോ. കുഞ്ഞിപ്പെണ്ണിനെ ഇവിടെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല കാറ്റാണ്. കാറ്റോടുകൂടിയ മഴയായതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ മഴ തള്ളിപ്പോവും. പക്ഷേ ഇടിയാണ് സഹിക്കാൻ പറ്റാത്തത്. അടക്കം പൊട്ടുന്ന ഇടി എന്നുള്ളത്. ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞാൻ വന്ന് കയറിയതാണ്. വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മഴ തുടങ്ങി. ശക്തമായ മഴയാണ്. ഇതുവരെ മഴ നിന്നിട്ടില്ല. ഇടിയും മഴയും കാറ്റും ഉണ്ടായിരുന്നു. ആദ്യം കാറ്റ് വന്നതോടെ മഴ തുടങ്ങി. ഇപ്പോഴത്തെ കുഞ്ഞിനെ മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എല്ലാം നനയുന്നതാണ്. കാരണം കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം നല്ല ഇടിയാണ്. അപ്പോൾ ഏതായാലും ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് നമ്മളിവിടെ മഴ നനഞ്ഞ വഴിയിലാകാതെ ഈ പെട്രോൾ പമ്പിൽ വന്ന് കയറി. ഇവിടെ വന്ന് കയറിയപ്പോഴത്തേനും പിള്ളേരൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ച്. പക്ഷേ ഇതിൻ്റെ മുതലാളി വന്നിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതുപോലത്തെ മഴ. നോക്കിയ കാലാവസ്ഥാ പ്രവചകർ പറഞ്ഞ പോലെ തന്നെ പ്രവചനം നടന്നിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഉറക്കവും ഇന്നത്തെ കാര്യങ്ങളുമൊക്കെ അവതാളത്തിലായെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും മഴ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ. ശരിക്ക് നല്ല ദൂരം ചവിട്ടിയിട്ടാണ് വന്നത്. അതിനിടയ്ക്ക് സൈക്കിൾ കംപ്ലൈൻറ്റ് പോയി, അതും ശരിയാക്കി. കുറേ പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്തത്. അപ്പോഴത്തെ ഇവിടെ വന്നപ്പം അതിലും വലിയ പ്രശ്നം, ചെറിയ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ച് വന്നപ്പോൾ അതിലും വലിയ പ്രശ്നം. സൈക്കിളിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ പതിയെ ചെയ്യാന്നോടത്താണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലൊരു സൈക്കിൾ ഷോപ്പ് കണ്ടുപിടിക്കണം. അത് നോക്കിയിട്ട് വേണം യാത്ര തുടരാൻ. ഏതായാലും നാളെ രാവിലത്തെ കാര്യം നോക്കട്ടെ. മഴ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. രാത്രി മുഴുവൻ മഴ പെയ്താൽ നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ വെള്ളത്തിൽ. ഇവിടെ ഇതുണ്ടോ, വീട്ടിൽ പോകാൻ പറ്റാതെ ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി പെട്രോൾ അടിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. 1 മണിക്കൂറോളായി എല്ലാവരും ഇവിടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ രാത്രി കാളരാത്രി ഈ പെട്രോൾ പമ്പിലാണ് ഇന്നലെ കിടന്നത്. ഈ പെട്രോൾ പമ്പിൽ വരുമ്പോഴത്തേനും ഇന്നലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഏതൊക്കെയാലും ദൈവം അനുഗ്രഹിച്ച് മഴയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളിവിടെ എത്തി. ഇപ്പം നിറയെ വണ്ടികളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ താമസിച്ചാണ്. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു അതേണ്ട ഈ സൈഡിൽ. അപ്പോൾ ഈ ബസ്സിലാണ് ഇന്നലെ അവർ കിടന്നോളാൻ അനുവാദം തന്നു. അങ്ങനെ ഇവത്തെ കിടന്നു. 12 മണിയായപ്പം പമ്പടച്ചിട്ട് അവരെല്ലാം പോയി. പിന്നെ രാവിലെയാണ് അവർ വന്നത്. വേണ്ടി ഈ ഭായിമാരാണ്, ഇവരായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഈ പുള്ളിയാണ് മാസ്റ്റർ. भाई हम जा रहे हैं। चोर है
ये अच्छा आदमी है, कल मेरे को बोला ये गाड़ी में सो जा बोला। कल रात में आया। अच्छा आदमी हो। बस मळी बರ್ತದೆ ನೀರು ಬಂದು ಅಲ್ಲಿ ಗಾಡಿ ಇಟ್ಟಿದ್ದು ಈ ಮಾವಿರ ಬಸ್ ತಗೊಂಡು पूरा पानी धारा। ओके जी, हम जा रहे, शुक्रिया। അപ്പോൾ നമ്മൾ അങ്കോള ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ശരി, ഇവിടുത്തെ മുതലാളിയൊക്കെ നല്ല ആളായിരുന്നു കേട്ടോ. പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് ചോദിച്ച് എവിടുന്ന് പോയി എവിടെ പോവാണ് എന്നാന്നൊക്കെ ചോദിച്ച് ഇത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നു, ധൈര്യമായിട്ട് കിടന്നു കേട്ടോ, ഇത് നമ്മുടെ സ്വന്തം പമ്പാന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യമായിട്ട്, കാരണം ആൾക്കാർ കർണാടകത്തിലേക്ക് കയറുമ്പോൾ എന്നോട് പറഞ്ഞു വളരെ സൂക്ഷിക്കണം. ലോക്കലിൽ ആൾക്കാർ കാണുമായിരിക്കും അങ്ങനെ സൂക്ഷിക്കേണ്ട ആൾക്കാർ, പക്ഷെ ഞാൻ വരുന്ന വഴികളിലൊക്കെ എനിക്ക് സഹായത്തിന് ആൾക്കാർ ഒരുപാട് വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവം ഉള്ളത്. അപ്പം എൻ്റെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. സൈക്കിളിന് ചെറിയൊരു വെട്ടലുണ്ട്, എന്നാലും കുഴപ്പമില്ല. വെട്ടൽ മാത്രമല്ല, ബ്രേക്ക് പിടിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പോവുകയാണ്. ഇനി അപ്പുറത്തോട്ട് ചാടണേൽ ഇച്ച പാടാണ്. ഇവിടുന്ന് പതിയെ പോയി അവിടെ ചെന്നിട്ട് വേണം തിരിഞ്ഞു വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ പോയി തിരിഞ്ഞു വരാം. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അഞ്ച് നല്ല വെട്ടലാണ്. അവിടെ പോയി തിരിച്ചു വരാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഇനിയാണ് അവസ്ഥ എന്നറിയില്ല. ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കടയൊന്നും ഇല്ലാത്ത കൊണ്ട് പാടുപെടും. भाई ये होटल है? होटल है भैया? ഇവിടെ ഇരിക്കുക. അപ്പോഴത്തെ നമ്മൾ അകലേന്ന് കണ്ട ആ മലനിരയാണിത്. വളരെ മനോഹരമായ മലനിര.
അതിൻ്റെ താഴത്തെ ഇത് കണ്ടോ ഒരു ടീക്കട. അടിപൊളി ഒരു ടീക്കട, കാണാൻ ഭയങ്കര വൈബാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ വൈബിലിരിക്കുന്ന ഒരു ടീക്കട. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും മൈസൂർ ടീ ആണ്, മൈസൂർ ടീ സ്റ്റാൾ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു വൈബ് അടിച്ച്, പണ്ട് പഴയ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ഏതാ സുരേഷ് ഗോപിയുടെയും വിജയരാഘവൻ സാറിൻ്റെ ഒക്കെ ഒരു പടത്തിൻ്റെ അകത്ത് വിനീതൊക്കെ ഉള്ള ആ പടത്തിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു ടീക്കടയുണ്ടല്ലോ, ആ ടീക്കടയുടെ ഒരു വൈബാണ് ഇവിടെ. മുഴുവൻ കാട് പിടിച്ച പ്രദേശമാണ്, ഒരു മനുഷ്യക്കുഞ്ഞില്ലാതെ. അവിടെയൊക്കെ ഒരു ചെറിയ ടീക്കടയൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനുമാണ് ഈ കട കണ്ടത്. അപ്പോൾ ഈ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ബണ്ണൊക്കെ തിന്നിട്ട് പോകാമെന്ന് വെച്ച്. രാവിലത്തെ ഫുഡ് അത്ര അങ്ങ് ശരിയാവില്ല, അതുകൊണ്ട് ഒരു ടീയും കുടിച്ച് ഒരു ബണ്ണും തിന്നിട്ട് പോവാം. ചായയൊക്കെ കുടിച്ച് ഇല്ലില്ല അപ്പോൾ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുത്തിക്ക് ഫുഡ് കൊടുത്തായിരുന്നു, വെള്ളം കൊടുക്കാൻ സമയമായി, അതുകൊണ്ട് ചെറുതായിട്ടിരുന്ന് കഥയ്ക്കുന്നുണ്ട്. വഴിയുടെ സൈഡിൽ നിന്ന്, ഹൈവേയുടെ സൈഡിൽ നിന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെയാണ്.